എത്ര മുട്ട വരെ കൊടുക്കണം ഒരു ദിവസം? അങ്ങനെ 4 മുട്ട. അത് പശുവിന്റെ വലിപ്പം അനുസരിച്ചാ. ഓ അങ്ങനെ, പശുവിന്റെ വലിപ്പം അനുസരിച്ച് വേണം കൊടുക്കാൻ. 4 മുട്ട ഒരു 100 എണ്ണ. ഈ 4 മുട്ട ഒറ്റടിക്കല്ലല്ലോ? എന്റെ ഇതേവരെ എന്റെ തൊഴുത്തിൽ കുളമ്പേട് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആഴ്ചയില് കഴിഞ്ഞ എല്ലാ ദിവസവും ഓരോ മുല മാറ്റി മാറ്റി കുടിപ്പിക്കും. ഓരോ മുല മാറി മാറി കുടിപ്പിക്കും. ഒരു കറക്കാണ്ട് ഒരു മുല ഇട്ട് കൊടുത്ത് കുടിപ്പിക്കും. എന്തുകൊണ്ട് ഈ മാറി 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 എന്ന് പറഞ്ഞാൽ അപ്പൊ നമസ്കാരം. ഈ ഒരു പശു വളർത്തൽ മേഖലയിലേക്ക് വന്നിട്ട് എത്ര നാളായി? 40 വർഷമായി. ഇതിനൊരു തുടക്കം എങ്ങനെയായിരുന്നു? ഇതപ്പോ ഒരു പശു മേടിച്ച് ഇങ്ങനെ കൊണ്ടുനടന്ന് വളർത്തി. അത് കഴിഞ്ഞ് പിന്നെ 2 ഇപ്പൊ 5 ഉണ്ടായിരുന്നു. അവരപ്പോ കൊടുത്തേക്കണതാണ്. ഒരെണ്ണം കൊടുത്തേക്കാണ്ടേ? അല്ല, പിന്നെ ഈ ഒരു മേഖലയിലേക്ക് വരാൻ എന്തായിരുന്നു കാരണം? നമ്മുടെ എനിക്ക് ഇതിനോട് ഇഷ്ടം തോന്നി, അങ്ങനെ തോന്നി. ഓക്കെ. അപ്പൊ ഈ ഒരു തുടക്കത്തില് ആ ഒരു പശു വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലോ, അത് എവിടെ നിന്നായിരുന്നു വാങ്ങിച്ചത്? അതെങ്ങനെയാണ്? അത് ഞാൻ ഒരു പ്രാരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചത്. പ്രാരൂന്ന് വാങ്ങിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് കുട്ടികൾ ഉണ്ടായിട്ടാണോ? കുട്ടികൾ ഉണ്ടായതുണ്ട്, പിന്നെ അല്ലാണ്ട് വാങ്ങിച്ചതുണ്ട്. അല്ലാതെ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. പശുക്കളൊന്നും കണ്ടാലോ? ഇപ്പൊ ഉള്ള പശുക്കളൊക്കെ വാങ്ങിച്ചതാണോ അതോ ഇവിടെ ഉള്ളതാണോ? ഇവിടെ ഉള്ളവരാണ്. അതായത് ഇവിടെ തന്നെ ഉണ്ടായവരാണല്ലേ? 2 ഇവിടെ ഉണ്ടാവില്ല. ഈ ആളാ? അത് വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിച്ചാണ്. എത്ര നാളായി വാങ്ങിച്ചിട്ടാണ്? അത് വാങ്ങിച്ചിട്ട് 2ാമത്തെ പ്രസവം ഇവിടെ. 2ാമത്തെ പ്രസവമാണല്ലേ? അപ്പൊ കുട്ടിയപ്പോ കുട്ടീനെ കുട്ടി മൂരിയാണ്. പിന്നെ ഈ പശുവോ? ഇത് ഇവിടെ ഉള്ളതാ. ഓക്കെ. ചേട്ടാ ഇപ്പൊ ഈ വൈകിട്ട് പുല്ല് വെട്ടാൻ പോയിക്കാറുണ്ട്? പുല്ല് വെട്ടാൻ പോയി. ഇവിടെ അടുത്തുള്ള പാടത്തുനിന്ന് വെട്ടിക്കൊണ്ടിരും. അപ്പൊ ഇവർക്ക് ശരിക്കും പുല്ലാണോ അതോ? പുല്ല് കൊടുക്കും, വൈക്കോല്, പുല്ല് വൈക്കോല്, പിന്നെ കഞ്ഞി, കേസ്, പിന്നെ പൊടിയെല്ലാം കൂടെ ചോളത്തോട്. അപ്പുറം നിൽക്കണ പശു അത് ഒരെണ്ണം ഇവിടെ ഉണ്ടാറുണ്ട. ഇതല്ലേ? ഓക്കെ. ജേഴ്സി അല്ലേ? ജേഴ്സി ക്രോസ്. ഇപ്പൊ നമ്മളിപ്പോ ഈ നിൽക്കുന്നതില് ഈ 4 കറക്കുണ്ടോ? 2 കറക്കണ്ട. അത് ചെനയാ. ആ 2 ചെനയാണോ? അത് 2 ചെന. ചെനയും കറവയും കൂടിയാ. ചെനയും കറവയും കൂടിയാണ്. അപ്പൊ പിന്നെ ഇതും അതെ, ചെനയും കറവയാ. ആണല്ലേ? അപ്പൊ പാലുൽപാദനം ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവാണല്ലേ? ഈ തവണ അല്ലാതെ കുത്തി വെച്ചപ്പോ ആദ്യത്തേന് ചെന പിടിച്ചില്ല. അപ്പൊ അതിന്റെ മാറ്റങ്ങൾ വന്ന. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഒരു 40-45 വർഷമായിട്ട് ഇങ്ങനെ വളർത്തുന്നുണ്ട്. ഇപ്പൊ ഈ ചെന പിടിക്കാത്തൊരു പ്രശ്നം, അത് ക്ഷീരകർഷകന് ഭയങ്കര പ്രശ്നമാണ്. അതെ. അതിന് നമുക്ക് എന്തെങ്കിലും മരുന്നുകളോ, ഈ നാടൻ മരുന്നുകളോ എന്തെങ്കിലും? നാടൻ മരുന്ന് കൊടുക്കാൻ ഈ മുട്ടയും, നാടൻ മുട്ടയും എണ്ണയും കൊടുക്കും. നല്ല എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ തല തേക്കുന്ന. ഓ അതല്ലേ? അപ്പം അത് കൊടുത്തിട്ട് എങ്ങനെ? അത് കൊടുത്താൽ പൊളയ്ക്കും. വേദന മതി കാണിക്കും. മതി കാണിച്ചാൽ മായ അടിച്ച് പോയി കഴിഞ്ഞാൽ ചിലത് ഞാൻ പിടിക്കും. നമുക്ക് വലിയ ചെലവില്ലാത്തൊരു മരുന്നല്ലേ? പശുവിന് അങ്ങനെ വേറെ പ്രശ്നം ഉണ്ടാവത്തില്ല. എത്ര മുട്ട വരെ കൊടുക്കണം ഒരു ദിവസം? 4 മുട്ട. അത് പശുവിന്റെ വലിപ്പം അനുസരിച്ചാ. ഓ അങ്ങനെ, പശുവിന്റെ വലിപ്പം അനുസരിച്ച് വേണം കൊടുക്കാൻ. 4 മുട്ട ഒരു 100 എണ്ണ. ഈ 4 മുട്ട ഒറ്റടിക്കല്ലല്ലോ? ഒറ്റടിക്ക് ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. പച്ചമുട്ട പൊട്ടിച്ചാണോ അതോ വായിലൊഴിച്ചു? അങ്ങനെ അല്ലേ? ഒറ്റ തവണ കൊടുത്തു കഴിഞ്ഞാല് എത്ര ദിവസത്തിനുള്ള മതിക്കോ? ശരി, 15 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ ഇത്ര നാളത്തെ ഒരു പരിചയം വെച്ചിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മളൊരു പശുവിനെ വാങ്ങിക്കുമ്പോ അതിന്റെ എന്തൊക്കെ ലക്ഷണം നമ്മൾ ഉറപ്പായിട്ട് നോക്കിയിരിക്കണം? പശു കാമ്പിന് കേടുണ്ടോ നോക്കും. കാമ്പിന് കേട് എങ്ങനെ പിഴിഞ്ഞു നോക്കും അതോ വലിച്ചു നോക്കും? അതല്ലാതെ പിന്നെ വല്ല കല്ലപ്പൊക്കെ ഉണ്ടോ നോക്കും. ഇതിക്ക് മുമ്പ് അതിന് ഈ മുലക്ക് കംപ്ലൈന്റ് വന്നേക്കണ ഈ കല്ലപ്പുണ്ടാവും. ഇച്ചിരി കല്ലപ്പ് വെക്കും. അത് പിടിക്കുമ്പോ അറിയാം. അതല്ലാതെ വേറെ ഇപ്പൊ ലക്ഷണങ്ങൾ എന്നൊക്കെ പറയാ നമുക്ക് എന്താ ഉള്ളത് ശരിക്കും? ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ചിലതൊക്കെ പറഞ്ഞ ആ കൊമ്പിന്റെ ലക്ഷണം, പിന്നെ ഈ മൂക്കിന്റെ അത് മൂക്ക് നീണ്ടത്, കറവ കൂടുതൽ കിട്ടും. മൂക്ക് നീണ്ടത് അത് ഈ മറ്റേ HF പശുക്കൾക്കാണല്ലോ കൂടുതലും അങ്ങനെ. ഇതിപ്പോ കുറച്ച് ഉരുണ്ട ഫേസ് ആണല്ലോ. ഇത് ജേഴ്സി ക്രോസ് ആയതുകൊണ്ടല്ലേ? അപ്പൊ കുറച്ച് നീണ്ട ഫേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല പാലുൽപാദനം കിട്ടും. ഓ അങ്ങനെ അല്ലെ? പിന്നെ ആ നെറ്റിയുടെ കുഴിവ് അല്ലെ? നെറ്റിയുടെ കുഴിവ്. വേറെ എന്തൊക്കെയുള്ള ലക്ഷണങ്ങൾ ചേട്ടൻ അനുഭവം വെച്ചൊന്ന് പറയുകയാണെങ്കിൽ? ഇപ്പൊ ചേട്ടൻ പശുക്കളെ നോക്കുമ്പോ വേറെ എന്തൊക്കെ ലക്ഷണം നോക്കും? വേറെ വാലിന്റെ ഇറക്കം നോക്കും. വാലിറക്കം. അത് സ്വാഭാവികമായിട്ടും വാലിറക്കം നോക്കും. പിന്നെ ഈ തൊലിക്ക് കട്ടി.
കട്ടിയുണ്ടോന്ന് നോക്കും. തൊലിനെ പിടിച്ച് വലിച്ചത് നോക്കാം. ഈ തൊലി കട്ടിയുണ്ടെങ്കിൽ കറവയിൽ കുറയും. കറവയിൽ കുറയും അല്ലെ. പിന്നെ ഈ നീണ്ട കറവ അതെന്താ ശരിക്കും അങ്ങനെ കിട്ടാൻ എന്താ ചെയ്യണ്ടേ? അത് നമ്മൾ ചെയ്യാല്ലേ, അത് പശുവിന്റെ ഇനത്തിന്റെ കിട്ടണം. ഏതിനത്തിനാ ശരിക്കും ഈ നീണ്ട കറവ? ജേഴ്സി ക്രോസ് ഒക്കെ നീണ്ട കറവ കിട്ടും. നീണ്ട കറവ നമുക്കൊരു എത്ര മാസം വരെ കിട്ടും? ഒരു 6 മാസം വരെ ശരാശരി പ്രസവിച്ചു കഴിഞ്ഞാൽ 3 മാസം ശരിക്കും കിട്ടുള്ളൂ. പക്ഷെ 6 മാസം വരെ 6 മാസം വരെ വലിയ കുറവില്ലാണ്ട് കിട്ടും. വലിയ കുറവില്ലാണ്ട് കിട്ടും. അത് കഴിഞ്ഞാലേ പിന്നെ പിന്നെ കുറയും. എന്നാ പക്ഷെ ഈ മറ്റേ നമ്മുടെ HF പോലുള്ള പശുക്കൾക്ക് നീണ്ട കറവ അങ്ങനെ കിട്ടാൻ? HF ഞാൻ വാങ്ങിക്കില്ല, അത് പാലിന് കുഴപ്പമില്ല. അത് ഞാൻ ചോദിക്കുന്നത് കാരണം ഇവിടെ 4 എണ്ണവും എല്ലാം ജേഴ്സി ക്രോസുകളാണ്. HF ഞാൻ വാങ്ങിക്കില്ല, അത് പാല് കുഴപ്പമുണ്ടാവില്ല. രോഗങ്ങള് അത് നമ്മുടെ കാലാവസ്ഥയൊന്നും പിടിക്കില്ല. കാലാവസ്ഥ പിടിക്കുന്നില്ല, അതുകൊണ്ട് നമുക്കത് വേണ്ട. ഇതിനുമ്പ് വളർത്തിയിട്ടില്ല നമുക്ക്. അത് HF ഞാൻ വളർത്താറില്ല, ഞാൻ മേടിക്കാറുമില്ല, വാങ്ങിക്കാറില്ല. പിന്നെ നമ്മളങ്ങനെ ചേട്ടൻ കറക്കാൻ പോകുന്നുണ്ടായിരുന്നല്ലേ? കറക്കാനൊക്കെ പോകണ്ടായി. അപ്പൊ അറിയാമായിരുന്നു, അതായത് ഇങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിൽ നമുക്ക് അറിയാം അല്ലേ? ഓക്കെ. പിന്നെ ഇവർക്ക് ആവുമ്പോ ഈ നാടൻ മരുന്നൊക്കെ ഏറ്റോളും, അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ ചേട്ടാ. ശരിക്കും ഇപ്പൊ ഇതേവരെ എന്റെ തൊഴുത്തിൽ കുളമ്പേട് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആഴ്ചയില് 2-3 ആഴ്ച കൂടുമ്പോ കൊടപ്പുളി കല്ലുപ്പും കൂടി തിളപ്പിച്ചിട്ട് കാല് കഴുകും, എന്നിട്ട് കാൽമ ഒഴിക്കും. ഒന്നുകൂടി പറഞ്ഞ്. കൊടപ്പുളി കല്ലുപ്പും തിളപ്പിച്ചിട്ട് ചെറു ചൂടിനെ കാല് കഴുകിയിട്ട് ചെറു ചൂടിനെ അതിന്മേ കൂടെ ഒഴിക്കും, കാലിന്റെ പേണീര് ഒഴിക്കും. 1-2 ആഴ്ച കൂടുമ്പോ 2-3 ആഴ്ച 2-3 ആഴ്ച കൂടുമ്പോ. അപ്പൊ കൊടപ്പുളി എന്തോരം എടുക്കണം നമുക്ക്? പുളി ഒരു 100 ഗ്രാം പുളി, ഒരു 1/2 കിലോ. ഓക്കെ. 1/2 കിലോ ഉപ്പും ഒരു 100 ഗ്രാം കൊടപ്പുളിയും കൂടി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ ചെറു ചൂടനെ നമ്മുടെ അവർ പേണിയുമ്പോ ഒഴിക്കുക, കഴുകി. ഓക്കെ. ഈ 100 ഗ്രാം പുളി എന്ന് പറയുന്നത് ഈ ഒരു 4 പശുക്കൾക്ക് വേണ്ടിയാണ്. അതെ. പശുക്കളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കുറയ്ക്കുന്നതനുസരിച്ച് കൂട്ടാം. ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു അനുഭവം എങ്ങനെയാണ്? അനുഭവം എന്ന് പറഞ്ഞാൽ ഇന്നവരെ എന്റെ തൊഴുത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അല്ലേ? ഇത് ചേട്ടൻ എങ്ങനെ പഠിച്ചെടുത്ത? അത് നാടൻ വൈദ്യര് ഒരാളെ എന്നോട് പറഞ്ഞു. ആണല്ലേ? അപ്പൊ ചേട്ടൻ ഇത്രയും നാളായിട്ടും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു 2 ആഴ്ച കൂടുമ്പോ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നമുക്കപ്പൊ വലിയൊരു എന്താ പറയാ, വലിയ ചെലവില്ല അല്ലേ? വലിയ ചെലവില്ല, എന്നാൽ നമ്മൾക്ക് രോഗങ്ങളും ഉണ്ടാവത്തില്ല. ഇതിപ്പോ ഞാൻ ചോദിച്ചോട്ടെ, ഇവര് നാടൻ ആയതുകൊണ്ടാണോ ഈ മരുന്ന് ഫലിക്കുന്നത്, അതോ മറ്റ് ആണല്ലേ? അങ്ങനെ ഇത്ര വേപ്പെണ്ണ വാൽമ ഈച്ച ഒന്നിരിക്കില്ല, വാൽമ വീശുമ്പോ വേപ്പെണ്ണ വാലുമ ഒന്ന് പറ്റിയാൽ മതി. കൊമ്പത്തും പറ്റും. വാലുമയും കൊമ്പും പറ്റി കഴിഞ്ഞാൽ ഈച്ച വന്നിരിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഈച്ച കുറയും, കാരണം ആ വാലടിക്കുമ്പോ അല്ലേ? അതൊരു പുതിയ അറിവ് കേട്ടാ. വേപ്പെണ്ണ ഇങ്ങനെ തൂക്കണ സംഭവം പറഞ്ഞു, പക്ഷെ വാലുമ അതൊരു ഐഡിയ ആണ് അല്ലെ? ഓക്കെ. ഇപ്പൊ കുട്ടികളെ വളർത്തിയെടുക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നല്ലൊരു പെൺകുട്ടിയെ കിട്ടി, നല്ലൊരു പെൺകുട്ടിയെ കിട്ടി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓരോ മുല മാറ്റി കുടിപ്പിക്കും. ഓരോ മുല മാറി കുടിപ്പിക്കും. ഒരു കറക്കാണ്ട് ഒരു മുല ഇട്ട് കൊടുത്ത് കുടിപ്പിക്കും. എന്തുകൊണ്ട് ഈ മാറി എന്ന് പറഞ്ഞാൽ ഒരു മുല തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിച്ച് നീണ്ടു വരും. ശരിക്കും നമ്മുടെ ഇന്ന് കൊടുക്കണത് നാളെ മാറ്റി കൊടുക്കും. അങ്ങനെ സംഭവം ഉണ്ടല്ലേ? അതായത് ഇന്ന് കൊടുക്കുന്നത് നാളെ കുടിപ്പിക്കില്ല, അത് കറന്നെടുക്കും, മറ്റത് ഇന്ന് കൊടുക്കും. അതാകുമ്പോ ഒരേ വലിവ് വരും അല്ലെ? ഈ പശുവിന്റെ കാമ്പ് എപ്പോഴും 4 ഒരേപോലെ തന്നെ നിക്കണ്ടേ? അതെന്തിനാ അങ്ങനെ നിക്കേണ്ട ഒരു ആവശ്യം? എന്തെങ്കിലും ലക്ഷണമാണ്? പശുവിന്റെ പവറും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ അല്ലെ? ഓക്കെ. അപ്പൊ അതും ഒരു പോയിന്റ് തന്നെ. കാരണം കുട്ടിയെ കുടിപ്പിക്കുമ്പോ ഇന്ന് കുടിപ്പിക്കുന്നത് നാളെ കുടിപ്പിക്കരുത്, മാറ്റി കുടിക്കും. പശുക്കൾക്ക് കൊമ്പ് ഊരി പോണ ഒരു സംഭവം ഉണ്ടാവാറ്. അത് ചില സമയങ്ങൾ ഉണ്ടാവും, കൊമ്പ് ഊരി പോവാറ്. അതെവിടെയും തട്ടിക്കഴിഞ്ഞാൽ ഊരുണ്ട്, ഇതിന്റെ ഊരിപ്പോയി ആണല്ലേ? അങ്ങനെ ഊരിപ്പോയപ്പോ ചേട്ടൻ എന്താ ചെയ്ത്? അതിന് സ്പ്രേ അടിക്കും. പിന്നെ മഞ്ഞളും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി ചാലിച്ചിട്ട് വെച്ച് കെട്ടും, ഈച്ച ഒന്നും വന്നിരിക്കാണ്ട്. അത് കടയിൽ നിന്ന് വാങ്ങണതാണോ അതോ നമ്മൾ പൊടിക്കുന്ന പൊടി? നമ്മൾ പൊടിക്കുന്ന പൊടി, അതാകുമ്പോ നമുക്ക് വിശ്വസിക്കാം. നല്ല. ഓക്കെ. അങ്ങനെ ആവുമ്പോ എന്താ പറയാ, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമുക്ക് ഈ പ്രസവരക്ഷ എന്ന് പറയുന്ന സംഭവം പശുവിന് അത്യാവശ്യമാണ്. നമുക്ക് കറന്നെടുത്താൽ മാത്രം പോരാ. അപ്പൊ നമുക്ക് ഈ നാടൻ രീതിയിൽ എന്തെങ്കിലും പ്രസവരക്ഷയോ കാര്യങ്ങളോ എല്ലാം ചെയ്യും? നാടൻ രീതിയിൽ മഞ്ഞപ്പൊടിയും ഇട്ട് അരി വെച്ച് കൊടുക്കുന്നവരുണ്ട്, തേങ്ങ ഇരണ്ടിയിട്ട്. മഞ്ഞപ്പൊടി ഇട്ട് അരി വെച്ച് തേങ്ങ ചിരണ്ടിയിട്ട് വരട്ട് അങ്ങനെ ചിരണ്ടിയിട്ടൊക്കെ കൊടുക്കും. അത് എത്ര നാൾ അങ്ങനെ കൊടുക്കും? ആ ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരാഴ്ച ഒക്കെ കൊടുത്താൽ മതി. ഒരാഴ്ച കൊടുക്കാം അല്ലേ? ഒരാഴ്ച കൊടുത്ത് അങ്ങനെ കൊടുക്കാറുണ്ട്. ഇപ്പൊ എല്ലാം മരുന്ന് തന്നെയാണ് അല്ലേ?
ഓക്കെ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പശുവിന് നല്ല ആരോഗ്യം കിട്ടും. ആരോഗ്യം കിട്ടുക. പിന്നെ അകത്തുള്ള മുറിവ് കാര്യങ്ങളൊക്കെ അതൊക്കെ പെട്ടെന്ന് ഉണങ്ങും കാര്യങ്ങളും. ഓക്കെ. അപ്പൊ ചേട്ടന്റെ ഈ ഒരു പശു വളർത്തൽ എന്നെ കാണിച്ചതിന് നന്ദി. ഓക്കെ ഏട്ടാ.